എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നെയ്ച്ചോറ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ടൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 പട്ട, 2 ഏലക്ക, 3 ഗ്രാമ്പൂ, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു ചെറിയ സൈസ് സവോള നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവോള വാടാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവോള വഴറ്റുമ്പോൾ അതിൻ്റെ കളറ് മാറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ കളറ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ റൈസിൻ്റെ കളറും ചേഞ്ച് ചെയ്യും. ഇപ്പോൾ സവോള നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് ജീരകശാല റൈസ് നല്ലപോലെ കഴുകിയിട്ട് ഒരു അരമണിക്കൂർ നേരം കുതിർത്ത് വെച്ചിട്ട് ആ വെള്ളം കളഞ്ഞെടുത്തിട്ടുള്ളതായത് ഈ റൈസ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ചെറുതായിട്ടൊന്ന് വഴറ്റണം. ഈ റൈസിൽ ചെറുതായിട്ടൊരു വെള്ളം നനവുണ്ടാവും. ആ നനവ് മാറിയിട്ട് റൈസിൽ നല്ലപോലെ നെയ്യ് കോട്ട് ചെയ്യുന്ന രീതിയിൽ വേണം വഴറ്റാനായിട്ട്. ഇപ്പോൾ റൈസിലൊക്കെ നല്ലപോലെ നെയ്യ് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1.5 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ റൈസിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് മുന്നേ നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് നമ്മൾ നെയ്യിൽ വഴറ്റി കഴിഞ്ഞാൽ ഈ റൈസിൻ്റെ കളറ് മാറും. അതുകൊണ്ടാണ് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് 1/4 ഭാഗം വെള്ളവും വറ്റിയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇനി ഈ പാകത്തിൽ തീ വളരെ കുറച്ച് വെച്ചിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ പാൻ ഞാൻ ആദ്യം ഒരു തുണി കൊണ്ട് കവർ ചെയ്തിട്ട് അതിന് മുകളിൽ അടപ്പ് വെക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും ആവി പുറത്തോട്ട് പോകത്തില്ല. നമുക്ക് റൈസ് നല്ലപോലെ കുക്കായി കിട്ടും. തുണിക്ക് പകരം നമുക്കൊരു അലൂമിനിയം ഫോയിൽ കൊണ്ട് വേണമെങ്കിലും ഇതുപോലെ കവർ ചെയ്തിട്ട് അടപ്പ് വെച്ച് മൂടി നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഇതൊന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പം വെള്ളമെല്ലാം നല്ലപോലെ വറ്റിയിട്ട് റൈസ് നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നട്ട്സും കിസ്മിസും ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ടൊന്ന് സെറ്റ് ചെയ്യാം. അതിനായിട്ട് പാത്രത്തിൻ്റെ താഴ്വശത്ത് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നട്ട്സും കിസ്മിസും ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് റൈസും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗീ റൈസ് നല്ല എളുപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക്